ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് കൃഷ്ണ. വെൽക്കം ടു മൈ കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തിക്ക് ഗ്രേവി ആയിട്ടുള്ള എഗ് മസാലയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 4-5 സവോള, 5-8 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് അധികം കറിവേപ്പില, പിന്നെ മല്ലിയില, 4-5 പച്ചമുളക്, 2 തക്കാളി. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി വേണം. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എടുത്തിട്ടുള്ള സവോളയുടെ ഹാഫ് സവോള നമ്മൾ 2 തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണ് എന്ത് ചെയ്യുക, പെരുംജീരകം മേടിയത് നന്നായി അതൊരു ബ്രൗണിഷ് കളറായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, അരിഞ്ഞു വെച്ചിട്ടുള്ള 4.5 സവോള അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എരി കുറവ് താല്പര്യമുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അതേപോലെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നായി ബ്രൗണിഷ് കളറാവണം വരെ നമുക്ക് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടാനും ബ്രൗണിഷ് കളറാവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലവർ എന്ത് ചെയ്യും, നല്ല കളർ ചേഞ്ച് കിട്ടാൻ പറ്റും, നമുക്കൊരു ചെറിയ നുള്ളി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നല്ല ബ്രൗൺ കളറായി കിട്ടും, കുറച്ചും കൂടി ടേസ്റ്റും കൂടുതൽ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്യണില്ല, പക്ഷെ നെയ്യ് ആഡ് ചെയ്യും. മസാലയൊക്കെ ചേർത്തതിന് ശേഷം നെയ്യ് ആഡ് ചെയ്യാനായിട്ട് അത് ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഇപ്പോൾ സവോള നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അരച്ച് വെച്ചിട്ട് പ്യൂരിൽ ഹാഫ് സവോള, 2 തക്കാളി, ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടിയിട്ട് അത് നമ്മൾ നന്നായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ചില വെളിച്ചെണ്ണ നന്നായി തെളിഞ്ഞ് വരണം. ആ തെളിഞ്ഞ് വരണ വരെ ഇളക്കി കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ നോക്കണം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, നമ്മൾ തീരെ കുറച്ച് വെച്ചിട്ടില്ല. മസാലപ്പൊടികൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തീ കുറച്ച് വെക്കണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ട മസാല എന്ത് ചെയ്യും, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂണ് എന്ത് ചെയ്യും, മുളകും പൊടി, പിന്നെ അതിൻ്റെ ഹാഫ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല ആഡ് ചെയ്യേണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം അനുസരിച്ച്, ചിലവർക്ക് മീറ്റ് മസാല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് അത് ആഡ് ചെയ്യാം. ഗരം മസാല ഒരു അര ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായി ഒരു സ്മെല്ല് വരുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കണം. നമ്മൾ എന്ത് ചെയ്ത് നന്നായി ആ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്യൂരിയുടെ അതിൽ ആ ജാറ് അവിടെ ഇരിക്കുന്ന ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് എത്ര തിക്നെസ് വേണം, അതേപോലെ ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അര ടീസ്പൂണ് ചിലപ്പോൾ അതിന് താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമ്മൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടും. അതേപോലെ തന്നെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് എളുപ്പം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തിയാണ് നെയ്യ് ഒന്നാമത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അര ടേബിൾ സ്പൂണ് ഞാൻ എന്ത് ചെയ്യുക, നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില, പിന്നെ വെള്ളം ഒഴിക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് തിക്നെസ് കൂട്ടാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വെക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് മുട്ടയുടെ ഉണ്ണിയാണ്. അപ്പോൾ അത് ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പക്ഷേ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അധികം ടേസ്റ്റ് കൂട്ടും. ഇനി മല്ലിയില ഈ മുട്ടയുടെ ഉണ്ണി ചേർത്തതിന് ശേഷം നന്നായി കറി തിളച്ച് വരണ സമയത്താണ് ഞാൻ മുട്ട ചേർക്കുക. നന്നായി തിളച്ച് വരാൻ ചില എണ്ണയൊക്കെ തെളിഞ്ഞ ആ ഒരു കളർ ചേഞ്ച്, ഗ്രേവിയിൽ നല്ല കളർ ചേഞ്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളവിടെ
ഇച്ചിരി ബോയിൽ ചെയ്തിട്ട് അയച്ചാൽ നന്നായി നല്ല കത്തി വെച്ചിട്ട് അരിഞ്ഞു കൊടുക്കുക. എന്നാലാണ് ആ മുട്ടയിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എന്ത് ചെയ്യും, ഈ ഗ്രേവി നന്നായി തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മാറ്റി വെച്ചിട്ടുള്ള ബോയിൽഡ് എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട്, ഇനി മല്ലിയില താല്പര്യമുള്ളവർക്ക് ചില മീത ഒന്നും കൂടി വെതറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. പക്ഷെ ഇവിടെ പ്രായമായിട്ടുള്ളവരൊക്കെ ഉള്ള വീടാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മല്ലിയില ഒന്നും അങ്ങനെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം നമുക്ക്. ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള മുളകും പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എരിവുള്ള കുറച്ചും കൂടി അധികം എന്തിനും എരിവും താല്പര്യമുള്ളവർക്ക് അത് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് കുറച്ച് ആഡ് ചെയ്യാം. ഇത് ചപ്പാത്തിക്കും നല്ല എന്താ പറയുക ചോറിനൊക്കെ പറ്റിയ നല്ലതാണ്. കൂടുതൽ എനിക്ക് താല്പര്യമായത് ചപ്പാത്തിയുടെ ഒപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സവോളയൊക്കെ അധികം ഉള്ളതുകൊണ്ട് കുറച്ച് എന്താ പറയുക കുറച്ച് മധുരവും പിന്നെ അന്ന് ആവശ്യത്തിന് എരിവൊക്കെ ഉള്ള ഒരു നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.